നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ച. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വോയിസ് സന്ദേശം, അതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടം വീണ്ടും കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള സംസാരത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും. അതായത് ഒരു വോയിസ് സന്ദേശം പുറത്തു വന്നിരിക്കുന്നു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് സന്ദേശം രാഹുലിനോട് തന്നെ ചോദിക്കുകയാണ്, ഇത് താങ്കളുടെ വോയിസ് സന്ദേശമാണോ എന്ന്. മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പിഴവുകേട്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ കൊടുത്തത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലൊരു ചോദ്യമായി പോയി അത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഇതുവരെ വളരെ ശാന്തമായിട്ട് പ്രതികരിച്ച ഒരാള് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെളിയിക്കേണ്ടുന്ന സമയത്ത് തെളിയിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ അതാത് സ്ഥലത്ത് തെളിയിച്ചോളാം, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു, രാഹുൽ മാങ്കൂട്ടം വിഷയത്തില് മാധ്യമങ്ങൾ എന്തിനാണ് രണ്ടു പക്ഷം പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ആദ്യം ആ വോയിസ് വന്നപ്പോഴും ഇപ്പോൾ ആ വോയിസ് വന്നപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രതികരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ഒരിക്കലും അത് എൻ്റേതല്ല എന്ന് തീർത്ത് പറയുന്നില്ല. അവിടെയാണ് നമുക്ക് ഒരിക്കലും അത് രാഹുലിൻ്റെതല്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ എൻ്റേതല്ല എങ്കിൽ ഉറപ്പായിട്ടും പറയുമായിരുന്നു അത് എൻ്റേതല്ല, ഞാനല്ല എന്ന് ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും രാഹുൽ പറയുമായിരുന്നു. പക്ഷെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ രാഹുൽ അതിനെ തള്ളാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും സംശയാതീതൻ തന്നെയാണ്. ഈ ഒരു വോയിസ് ക്ലിപ്പ് രാഹുലിൻ്റെതാണോ എന്ന സംശയത്തിന് അധീനനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രമല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കും, കോടതിയിൽ പോകും, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയും, എനിക്ക് എൻ്റെ പോരാട്ടം ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുലിൻ്റെ പോരാട്ടം എന്താണ്, ഈ വിഷയത്തിൽ എങ്ങനെയാണ് രാഹുലിൻ്റെ നീക്കങ്ങൾ, അതൊക്കെ ഏറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ വീണ്ടും രണ്ടാമത്തെ ക്ലിപ്പ് വന്നു എന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ടും കണ്ണുമടച്ച് പറയാം. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സംസ്ഥാനം ഒട്ടാകെ അല്ല എങ്കിൽ പോലും പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും ആ ഒരു കോൺഗ്രസിന് അനുകൂലമാകുമോ എന്ന ആശങ്ക തീർച്ചയായിട്ടും രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇതിലിപ്പോ ആൻസി പറയുന്നത് പോലെ ഇത് രാഹുലിന്റെ ശബ്ദ സന്ദേശമാണ് എന്ന് വിശ്വസിക്കാനുള്ള പ്രധാന കാരണമായിട്ടും അദ്ദേഹം ഇത് തന്റെ ശബ്ദ സന്ദേശമല്ല എന്ന് പറഞ്ഞില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. പക്ഷെ അവിടെ തന്നെ ഒരു കാര്യമുണ്ട്, ഇത് തൻ്റെതാണ് എന്നതിന്റെ ഒരു ഉറപ്പും നൽകുന്നില്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ 2-3 മാസമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ വോയിസ് സന്ദേശം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യാണ്, എന്റെ സമ്മതം പോലും നൽകാതെ, അല്ലെങ്കിൽ എന്നോട് ഇത് താങ്കളുടെ വോയിസ് ആണോ എന്ന് ഒരു ഉറപ്പിന് വേണ്ടിയെങ്കിലും ചോദിക്കാതെ നിങ്ങൾ എന്റെ ഫോട്ടോ സഹിതം ഇത് എന്റെ ശബ്ദ സന്ദേശമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം തന്നെ വേട്ടയാടുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു പരാതി എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. പരാതി കഴിഞ്ഞ ദിവസം പരാതിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ വോയിസ് സന്ദേശം പുറത്തു വന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത നിമിഷം പുറത്തു വന്നത് പരാതിക്കാരി പരാതി കൊടുക്കാൻ പോകുന്നു, അതായത് ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടുള്ള ആ യുവതി പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നേരിട്ട് പരാതിയുമായിട്ട് ആ യുവതി എത്തി എന്നാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ വീണ്ടും അതേ രീതിയിൽ 3 മാസം മുമ്പ് നമ്മൾ എന്താണോ കണ്ടത് അതേ രീതിയിൽ തന്നെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു നിരപരാധിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നില്ല. കാരണം ഈ പറയുന്നത് പോലെ തെളിവുകൾ ഇനി കോടതിയിൽ എത്തേണ്ടതുണ്ട്, അത് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കത് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീയല്ല ഒരിക്കലും എവിടെ നിന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് വരുന്നത്, അത് സ്ത്രീ തന്നെ ഇടുന്നതാണോ അല്ലെങ്കിൽ അവർ ഒളിപ്പോര് നടത്തുന്നതാണോ? അപ്പോൾ ആ പെൺകുട്ടിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശത്രുക്കളുണ്ടാവും. ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ ശത്രുക്കൾ ആരാണ്? BJPയും CPM തന്നെയാണ്. CPMന്റെ ശത്രുക്കൾ കോൺഗ്രസും BJPയാണ്. പക്ഷെ ഈ വോയിസ് സന്ദേശം എവിടെ നിന്ന് പോയി എന്നതാണ് ഇപ്പോൾ നേരിട്ട് ഇതിപ്പോ പല രീതിയിൽ എടുക്കാം. ഒന്നുകിൽ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കണം, രാഷ്ട്രീയപരമായി
ഫലമായിട്ട് എന്നല്ല, ആ ഒരു വ്യക്തിയെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ ഈ യുവതി പ്രവർത്തിച്ചതായിരിക്കാം ഒന്നുകിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ യുവതി ഏതെങ്കിലും സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത വോയിസ് സന്ദേശമായിരിക്കാം. ഇതുമല്ല എങ്കിലുള്ള ഒരു ഓപ്ഷൻ, ഈ യുവതി പോലും അറിയാതെ ആ യുവതിയുടെ ഫോണിൽ നിന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്തായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ സൈബർ ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഡാറ്റ ചോരുന്നത് എന്നതും ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വോയിസ് സന്ദേശം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് വ്യക്തതയുള്ള യുവതി തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ഈ പൊസിഷൻ, അതായത് ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനൊരു സംഭാഷണം വന്നത് എന്നാണ് ഈ ഒരു ചാറ്റ് പുറത്തു വന്നപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഇതെന്തിനാണ് ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആണ്, ഇതിനു മുമ്പ് അദ്ദേഹം ഒരു MLA ആയിരുന്നില്ലല്ലോ, ആ സമയത്തല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അവിടെയുള്ള ഉത്തരം എന്ന് പറയുന്നത് MLA അല്ലായിരുന്നുവെങ്കിലും അന്നും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പൊസിഷൻ കിട്ടും. ആ ഒരു പൊസിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വെക്കേണ്ടുന്ന ഒരാളായിരിക്കണം എന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ താൻ നിരപരാധിയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ സമയത്ത് പറയാം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിഷയം കൊണ്ടുവന്നാലും അതിന് രണ്ട് തല പറയുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിപ്പോൾ തൻ്റെ ശബ്ദ സന്ദേശമല്ല എന്ന് പറഞ്ഞ് നിരസിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ച് എന്തായാലും ഈ വിഷയം മാറാൻ പോകുന്നില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതേ വിഷയം തന്നെ ഓട്ടിക്കാനുള്ള ശ്രമമാണ്. ഇത് ഏത് സമയത്താണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് അതുകൂടി നമ്മൾ എടുത്തു നോക്കണം. ഒരു വശത്ത് ശബരിമല വിഷയം വലിയ രീതിയിൽ ആളിക്കത്തി അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയം, അതേ സമയത്ത് മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുകയാണ്. പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നല്ല, സസ്പെൻഷനിൽ നിൽക്കുന്ന സമയം. അപ്പോൾ ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പാർട്ടി പോലും പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്, വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു. BJP സിറ്റിംഗ് സീറ്റുള്ള പാലക്കാട് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ ഏറും, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് ഒരു പോസിറ്റീവ് തിങ്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കണ്ട് അപ്പോൾ പാർട്ടി എന്ത് ചെയ്യും? സസ്പെൻഷൻ മാറ്റാമെന്ന് കരുതുന്നു. അങ്ങനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പോലും പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഇതേ ഒരു ആരോപണം വീണ്ടും ആവർത്തിച്ചു വരുന്നത്. അതായത് വ്യക്തിപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാം, രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ മാങ്കൂട്ടം വിശ്വസിക്കുന്ന കോൺഗ്രസിനെയും തകർക്കാം. മാത്രമല്ല ഈ പ്രചരണ പരിപാടിയിൽ സജീവമാകുന്നത് പാർട്ടിയെ കൊണ്ട് തന്നെ തടയിടിപ്പിക്കാനും പറ്റും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ട് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ പോലും താൻ എൻ്റെ പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ട് പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ആ പ്രഖ്യാപനം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് തീർച്ചയായിട്ടും രാഹുലിനെ ഭയപ്പെടുന്നവരുണ്ടോ, പെട്ടെന്ന് ഇങ്ങനൊരു ആരോപണം രാഹുലിനെതിരെ വീണ്ടും അത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ രാഹുലിനെ ഭയന്നിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യവും കൂടി ഇവിടെ നിലവിൽ ഉയരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ ബാക്കി ആ ഒരു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ സമയത്ത് തന്നെ ഇടാമായിരുന്നല്ലോ. ഇത് ഓരോ ഘട്ടം ശരി നോക്കി വെച്ച് ഒരു സന്ദർഭം എത്തട്ടെ, ഇലക്ഷൻ എത്തട്ടെ, പുറത്തു വിടാം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു വിഷയം എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം സംസാരിക്കുന്നവരെ പോലും സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുവാണല്ലോ. ഇപ്പോൾ രാവിലെ മുതൽ ഒരുപാട് ആളുകളെ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നേരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അനുകൂലിച്ച് പറയുന്നവർക്കും വിമർശനമുണ്ട്, പ്രതികൂലിച്ച് പറയുന്നവർക്കും വിമർശനമുണ്ട് കേട്ടോ ഈ ഒരു വിഷയത്തിൽ. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് PP ദിവ്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം PP ദിവ്യ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ PP ദിവ്യ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് PP ദിവ്യയുടെ കറക്റ്റായിട്ട് ആക്രമിച്ചിരിക്കുന്ന രാഹുലിനെ അല്ല, മറിച്ച് രാഹുലിനൊപ്പം നിന്ന രണ്ട് സ്ത്രീകളെയാണ്. ഒന്ന് സീമാജി നായർ. നമുക്കറിയാം സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്ന സമയം മുതൽ തന്നെ ഒരു തെറ്റുകാരി ശിക്ഷിക്കപ്പെടണം, മാത്രമല്ല രാഹുൽ വിഷയത്തിൽ രാഹുൽ മാത്രമല്ല കുറ്റക്കാരൻ, ആ പെൺകുട്ടിയും കുറ്റക്കാരിയാണ് എന്ന നിലപാടിൽ തുടക്കം മുതൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അനുശ്രീ
അനുശ്രീ ഈ നമുക്കറിയാം പാലക്കാട് MLA യുടെ ഒരു സ്മൈൽ ഭവന പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ചെടുക്കുന്ന പദ്ധതിയാണ്. അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് അനുശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്തിരുന്നു. അപ്പൊ അതിന് പിന്നാലെ അന്ന് തന്നെ അനുശ്രീക്ക് വിമർശനങ്ങൾ ഒരുപാടുണ്ടായി. ഇത്രയും ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയോടൊപ്പമാണോ വരുന്നത്, അല്ലെങ്കിൽ വേദി പങ്കിടുന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PP ദിവ്യ ഈ രണ്ടുപേരെ ലക്ഷ്യമിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരെയും കുറിച്ച് PP ദിവ്യ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഇവരാണ്. ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണ, ആലിംഗനം, പ്രോത്സാഹനം ഒക്കെ ഉണ്ട് എന്നാണ് PP ദിവ്യയുടെ വിമർശനം. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണെന്ന രൂക്ഷ വിമർശനവും PP ദിവ്യ ഉന്നയിക്കുന്നുണ്ട്. ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. സഹോദരി, നിങ്ങൾ ധൈര്യമായി പരാതി നൽകൂ. കേരള ജനത കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കുമെന്നും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കുമെന്നും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കുമെന്നും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങൂ. അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യരും നിനക്കൊപ്പം ഉണ്ടാകും. ഈ സർക്കാരും നിനക്കൊപ്പം ഉണ്ടാകുമെന്നുമാണ് PP ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിലിപ്പോ നമ്മൾ എടുത്തു നോക്കേണ്ടത് രണ്ട് നടിമാർക്കെതിരെയാണ് ഈ PP ദിവ്യയുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. PP ദിവ്യ ആരാണ് എന്നത് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതായത് ADM നവീൻ ബാബുവിന്റെ കേസ്, വിളിക്കാത്ത സഭയിലേക്ക് കയറി ചെന്ന് ഒരു സത്യസന്ധമായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയെ മാനസികമായിട്ട് അപമാനിച്ച് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നതിന്റെ രീതിയിൽ ഇപ്പോഴും ആ കേസ് കിടക്കാണ്. തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെയാണ് കുറ്റക്കാരി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. എന്നിട്ട് പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കുറ്റക്കാരിയല്ല, അല്ലെങ്കിൽ ഞാൻ കുറ്റം എന്നത് പോട്ടെ, എൻ്റെ ഒരു വാക്ക് കൊണ്ട് അതിന്റെ പേരിലാണ് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് അദ്ദേഹം മരണപ്പെട്ടത്, സ്വന്തം ജീവൻ ഒടുക്കിയത് എന്നുള്ള ഒരു കുറ്റബോധം പോലും ഇല്ലാതെ നടക്കുന്ന ഒരാളാണ് ഈ PP ദിവ്യ. അങ്ങനെയുള്ള ഒരാളാണ് ഈ രണ്ടുപേരെയും വിമർശിച്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയുക, ഒരു നർമ്മം നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇവർ പോയി എന്ന് പറയുന്നു, നടി പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ സീമ ഇവർക്ക് പിന്തുണ നൽകി എന്ന് പറയുന്നു. നമ്മളൊരു കാര്യം എടുത്ത് നോക്കുക. ഒരു സ്ത്രീയോട് ഒരാൾ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ, ഒരു പൊതുസഭയിൽ നിന്ന് അല്ലെങ്കിലോ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ, നാളെ ഒരു ദിവസം അയാളെ കാണുമ്പോൾ ആ സ്ത്രീ അയാളൊപ്പം പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആരോപണങ്ങളുണ്ട് എന്നത് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അത് അവർക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരോട് രാഹുൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, എന്നെ അത്തരത്തിൽ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല രാഹുൽ എന്നുള്ളത്. ആ ഒരു ധൈര്യം തന്നെയാണ് നടി. പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ വരുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന രണ്ടുപേരാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പൊ അവർക്കറിയാം ഇപ്പൊ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു വിവാദ വിഷയത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലൊക്കെയാണ് ഇതിനെ വളച്ചൊടിക്കാൻ പോകുന്നതെന്ന് അത് അറിഞ്ഞിട്ടും അവർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു വിശ്വാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ ഉറപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് കാണിക്കുന്നത്. അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ മോശക്കാരിയാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നത് PP ദിവ്യയാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോ PP ദിവ്യയ്ക്കും വിമർശനം ഉയരുന്നുണ്ട്. ആരാണ് ഇത് പറയുന്നത്? മാത്രമല്ല, നമ്മുടെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇപ്പൊ മുകേഷും P ശശി അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിൽ സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളാണ്. ഇവരെയൊക്കെ ആരോപണം നേരിട്ടപ്പോൾ മിണ്ടാതിരുന്നവർ എതിർ പാർട്ടിയിലുള്ള ഒരു വ്യക്തി സമാനമായ ആരോപണം നേരിടുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം രോഷാകുലരാകുന്നു എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ നിലവിൽ ഇവർ നേരിടുന്നുണ്ട്. എന്നാൽ PP ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് സീമാജി നായരുടെ മറുപടി ഉണ്ടാകുമോ, അനുശ്രീയുടെ മറുപടി ഉണ്ടാകുമോ എന്നതൊക്കെ ഉറ്റുനോക്കുകയാണ്. അപ്പൊ എന്തായാലും വീണ്ടും ഈ ഒരു വിഷയം ഒരു ഗർഭത്തിന്റെ കഥയ്ക്ക് പിന്നാലെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്രയ്ക്ക് തരം താഴണമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഒരിക്കലും നിലവിൽ ഇപ്പോഴും പറയുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരും തെറ്റുകാരാണ്, ഈ ഒരു നിലപാടാണ് സീമാജി നായർ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ
എന്തായാലും രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ഈ ഒരു ഗർഭകഥ അല്ലെങ്കിൽ ഈ എന്താണ് ഇലക്ഷൻ ഗർഭം അങ്ങനെ ഒരു വിഷയവുമായിട്ട് വന്ന അല്ലെങ്കിൽ അത് തിരികൊളുത്തി വിട്ട ആളുകൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്നും മനസ്സിലാകുന്നു. ഇത് ചർച്ച ചെയ്യേണ്ടുന്ന സമയം ഇതായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ ഒരുപാട് വേറെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ബോധ്യം ജനങ്ങൾക്കെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എന്തായാലും മറ്റൊരു ചർച്ചയുമായിട്ട് വീണ്ടും കാണാം.